കേരളത്തിനെ വീണ്ടും കടക്കണിയിലാക്കാനുള്ള തത്രപ്പാടിലാണ് നമ്മുടെ ഇടതുപക്ഷ സർക്കാർ. സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നതിനായി സർക്കാർ വീണ്ടും വായ്പ എടുക്കാൻ ഒരുങ്ങുകയാണ്. ഏകദേശം 1500 കോടി രൂപയോളം കടമെടുക്കുമെന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് ക്ഷേമ പെൻഷനുകളുടെ കുടിശ്ശിക ഉൾപ്പെടെയുള്ള വിതരണം ആരംഭിച്ച സാഹചര്യത്തിലാണ് ഈ നീക്കം. സത്യത്തിൽ എന്താണ് സർക്കാരിന്റെ ഉദ്ദേശം? കേരളത്തെ കടക്കണിയിലാക്കാനാണോ? ഖജനാവിൽ പൈസ ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇത്ര തിടുക്കപ്പെട്ട് ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിച്ചത്? ഇതിലൂടെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. പെൻഷൻ വർദ്ധിപ്പിച്ച് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് അവരുടെ വോട്ട് വാങ്ങി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് വീണ്ടും അധികാരത്തിൽ കയറാമെന്നാണ് വിചാരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചാൽ മതി. ഇനിയും ജനങ്ങളെ പറ്റിക്കാമെന്ന് കരുതണ്ട. 1957 EMS സർക്കാർ അധികാരത്തിൽ കയറിയ സമയം മുതൽ 2016 ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന സമയം വരെ 1.5 ലക്ഷം കോടി രൂപയുടെ കടമാണ് കേരളത്തിനുണ്ടായിരുന്നത്. എന്നാൽ 2016 പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ തൊട്ട് ഇതുവരെ 4.5 ലക്ഷം കോടി രൂപയായി അത് വർദ്ധിച്ചു. 10 കൊല്ലം ആകുന്നതിന് മുന്നെയാണ് ഈ വർധനവ് വന്നിരിക്കുന്നതെന്ന് നോക്കണം. സർക്കാരിന്റെ ദൂർത്ത് തന്നെയാണ് ഇത്രയും വലിയ കടക്കെണിയിലേക്ക് കേരളത്തെ നയിച്ചത്. സംസ്ഥാനത്തെ ജനങ്ങളുടെ പണം ഉപയോഗിച്ച് അമേരിക്കയിലും മറ്റും കുടുംബസമ്മേതത്തോടെ പോയും ഒരാവശ്യവുമില്ലാതെ ഹെലികോപ്റ്റർ വാങ്ങിയും വില കൂടിയ കണ്ണട വാങ്ങിയും വാഹനങ്ങൾ മാറ്റി വാങ്ങിയും ജനങ്ങൾക്ക് അവകാശപ്പെട്ട പൈസ സർക്കാർ ദൂർത്തടിച്ചു കളഞ്ഞു. സഞ്ചാരയോഗ്യമായ നല്ല റോഡുകളില്ലാതെ ജനം കഷ്ടപ്പെടുമ്പോൾ ഖജനാവിൽ പൈസ ഇല്ല എന്ന വിചിത്രവാദമാണ് സർക്കാർ ഉന്നയിക്കുന്നത്. ഇത് കാണുന്ന ജനങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് നിങ്ങളെ വീണ്ടും അധികാരത്തിലേക്ക് എത്തിക്കേണ്ടത്? ഇനിയും ഇടത് സർക്കാർ അധികാരത്തിൽ കയറിയാൽ നാട് കുട്ടിച്ചോറാകുമെന്നുള്ളത് തീർച്ചയാണ്.